നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ ഓരോ അന്താരാഷ്ട്ര വിഷയങ്ങൾ എടുത്തിടും. കേൾക്കുമ്പോൾ തോന്നും ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണ്ടെത്തൽ എന്താണെന്നോ? ഇന്ത്യയിലെ ഊർജ പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയതാണത്രേ. ഇതിന്റെ തെളിവായി അദ്ദേഹം പറയുന്നത് 2006 ഏതോ ഒരു പഴയ പൈപ്പ് ലൈൻ കഥയാണ്. കേൾക്കുമ്പോൾ വലിയ ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നും. എന്നാൽ ഇതിന്റെ പിന്നിലെ വാസ്തവം എന്താണ്? മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? നമുക്കിതൊന്ന് വിശദമായി തന്നെ നോക്കാം. 2006 നടന്ന ഇന്ത്യ-ഇറാൻ പൈപ്പ് ലൈൻ വിഷയമാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ആയുധം. അന്ന് അത് നടന്നില്ല, അതുകൊണ്ട് ഇന്ന് പ്രതിസന്ധി ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ, പാകിസ്ഥാനിലൂടെ കടന്നു വരേണ്ട ഒരു പൈപ്പ് ലൈൻ എത്രത്തോളം സുരക്ഷിതമായിരിക്കും? അയൽരാജ്യവുമായുള്ള ബന്ധം വഷളാകുമ്പോൾ നമ്മുടെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാവില്ലേ? ദൂരക്കാഴ്ചയോടെ എടുത്ത തീരുമാനങ്ങളെ ഇന്ന് അമേരിക്കൻ സമ്മർദ്ദം എന്ന് വിളിച്ച് പരിഹസിക്കുന്നത് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് മാത്രമാണ്. അതിലൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് പഴയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 2006 കാലമല്ല ഇത്. ഇന്ന് ഭാരതം നയിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അമേരിക്ക കണ്ണുരുട്ടിയാൽ പേടിച്ച് പിന്മാറുന്ന ആ പഴയ കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. ഇറാൻ പൈപ്പ് ലൈൻ പാകിസ്ഥാനിലൂടെ വരണമെന്ന് പറയുമ്പോൾ അതിന്റെ സുരക്ഷയെക്കുറിച്ച് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി കേന്ദ്ര സർക്കാരിനുണ്ട്. പാകിസ്ഥാൻ എപ്പോൾ പൈപ്പ് ലൈൻ പൂട്ടുമെന്ന് പേടിച്ചിരിക്കാനാണോ നമ്മൾ ഇത്രയും പണം മുടക്കുന്നത്? അതിനെയാണോ മുഖ്യമന്ത്രി അമേരിക്കൻ പേടി എന്ന് വിളിച്ച് പരിഹസിക്കുന്നത്? ഇനി അമേരിക്കയ്ക്ക് നമ്മൾ കീഴ്പ്പെട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നു നോക്കണം. റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും യൂറോപ്പും ഒരുപോലെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന്. പക്ഷേ മോദി സർക്കാർ എന്താണ് ചെയ്തത്? അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വേണം, അത് ഞങ്ങൾ വാങ്ങുമെന്ന്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയോട് ഇങ്ങനെ പറയാൻ ഒരു ചങ്കൂറ്റം വേണം. എന്നിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ അമേരിക്കയ്ക്ക് പേടിച്ചു എന്ന്. ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ചിരി വരാത്തത്? പിന്നെ സ്വകാര്യ കമ്പനികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വേവലാതി. ഒരു ഇന്ത്യൻ കമ്പനി വിദേശത്ത് പോയി വലിയ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അത് രാജ്യത്തിന്റെ അഭിമാനമാണ്. അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് തരം മനോഭാവമാണ്? വികസനം എന്ന് കേട്ടാൽ ഉടനെ കോർപ്പറേറ്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് പഴയ കാലത്തെ വിപ്ലവ പ്രസംഗങ്ങളിൽ മാത്രമേ നടക്കൂ. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിയും സാമ്പത്തിക തകർച്ചയും മറച്ചു പിടിക്കാൻ കേന്ദ്രത്തിന് മേൽ കുതിര കയറുകയാണ് മുഖ്യമന്ത്രി. പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോഴും ലോകം മുഴുവൻ ഇന്ധനത്തിന് വേണ്ടി നെട്ടോട്ട് മൂടുമ്പോഴും ഇന്ത്യയിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മോദി സർക്കാരിന്റെ കരുത്തുറ്റ വിദേശ നയം കൊണ്ടാണ്. പഴയ കാലത്തെ കുറ്റപ്പെടുത്തി സമയം കളയാതെ സോളാർ മേഖലയിലും മറ്റും പുതുക്കാവുന്ന ഊർജ പദ്ധതികളിലും കേന്ദ്രം കൊണ്ടുവരുന്ന വിപ്ലവകരമായ മാറ്റങ്ങളൊന്ന് പഠിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വെറുതെ അമേരിക്കൻ ഭീതി വിതറി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി നടക്കില്ല. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്. മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രധാന ആരോപണം യുദ്ധ സാഹചര്യം മുൻകൂട്ടി കണ്ട കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചില്ല എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? രാജ്യം നേരിട്ടേക്കാവുന്ന ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ വിശാഖപട്ടണം, മംഗലാപുരം എന്നിവിടങ്ങളിൽ കൂറ്റൻ ഭൂഗർഭ എണ്ണ ശേഖരണശാലകൾ മോദി സർക്കാർ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ടൺ എണ്ണയാണ് ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെയാണോ അതോ അറിഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണോ മുഖ്യമന്ത്രി ചെയ്യുന്നത്? അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം മൂലം ഇന്ധനവില കൂടുന്നുവെന്നും അത് ഹോട്ടൽ ഉൾപ്പെടെയുള്ള സേവന മേഖലകളെ തകർക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു പരാതി. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറച്ചപ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ കേരള സർക്കാർ നികുതി ഏർപ്പെടുത്തിയത് നമ്മൾ മറന്നിട്ടില്ല. സാധാരണക്കാരെയും ഹോട്ടൽ ഉടമകളെയും ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത് ആരാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുമ്പോഴും ഭാരതം ഇന്ന് സൗരോർജ ഉൽപാദനത്തിൽ ലോകത്ത് മുൻനിരയിലാണ്. അന്താരാഷ്ട്ര വിപണിയെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി ഊർജം കണ്ടെത്താനുള്ള മോദിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയാണിത്. ഹൈഡ്രജൻ ഫ്യൂവൽ, എഥനോൾ ബ്ലെൻഡിംഗ് തുടങ്ങിയ പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുന്നത് അന്താരാഷ്ട്ര ആശ്രിതത്വം കുറയ്ക്കാനാണ്. ഇവിടെ ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും. അത് അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. ലോകം അംഗീകരിക്കുന്ന ഒരു മികച്ച നയതന്ത്രജ്ഞനാണ് നമ്മുടെ പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയായാലും വിദേശ നയമായാലും ഭാരതത്തിന്റെ ഓരോ ചുവടുവെപ്പും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കുന്നത്
പിണറായി വിജയൻ സർക്കാരിന് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത്തരം വിചിത്രമായ കണ്ടുപിടുത്തങ്ങൾക്കും ആരോപണങ്ങൾക്കും ജനങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള ട്രോളുകൾ ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ 2006 കഥകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കാതെ പുതിയ ഇന്ത്യയുടെ കുതിപ്പൊന്ന് കണ്ടുപഠിക്കാൻ നോക്കൂ. മോദി എന്ന് ലോക നേതാക്കൾ വരെ പുകഴ്ത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മുഖ്യമന്ത്രി ആദ്യം നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഭരണം, സാമ്പത്തിക പ്രതിസന്ധി, വൈദ്യുതി ചാർജ് വർധനവ്, ഇങ്ങനെ സാധാരണക്കാരെ പൊറുതിമുട്ടിക്കുന്ന 100,000 പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. കേരളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാൻ നോക്കുന്നതിനു പകരം 2006 പഴയ പൈപ്പ് ലൈൻ കഥകൾ പറഞ്ഞ കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത് എന്തിനാണ്? സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരന്റെ അടുക്കളയിലെ പുകയെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് പോലെയാണിത്. സ്വന്തം സംസ്ഥാനം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോരെ കേന്ദ്രത്തിനെ കുറ്റം പറയാൻ? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഭാരതത്തിന്റെ നയതന്ത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ആവേശം കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. അമേരിക്കയും യൂറോപ്പും വരെ ഭാരതത്തിന്റെ തീരുമാനങ്ങൾക്കായി കാതോർക്കുമ്പോൾ ഇവിടെ ഇരുന്ന അമേരിക്കൻ പേടിയെന്ന് മുറവിളി കൂട്ടുന്നത് വെറും രാഷ്ട്രീയ തമാശയായി മാത്രമേ കാണാൻ കഴിയൂ. ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആണെന്നും അവിടെ പരസ്പര സഹകരണവും ബുദ്ധിപരമായ നീക്കങ്ങളുമാണ് വേണ്ടതെന്നും മനസ്സിലാക്കാൻ ഇപ്പോഴും പഴയ വിപ്ലവ പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ പോരാ എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണം. സ്വന്തം സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും കേന്ദ്രത്തിന്റെ പടിവാതിൽക്കൽ മുട്ടി നിൽക്കുന്നവർ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് നയതന്ത്രം ഉപദേശിച്ചു കൊടുക്കാനും വരുന്നത് കാണുമ്പോൾ ആർക്കാണ് ചിരി വരാത്തത്? മോദിക്ക് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആരുടെയും ട്യൂഷൻ ആവശ്യമില്ല. അദ്ദേഹം ലോകം അംഗീകരിച്ച നേതാവാണ്. മുഖ്യമന്ത്രിയുടെ ഈ അമേരിക്കൻ പല്ലവി കേൾക്കുമ്പോൾ തോന്നുന്നത് കേരളത്തിലെ അഴിമതിയും ഭരണപരാജയവും ചർച്ചയാകാതിരിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു പുതിയ ക്യാപ്സ്യൂൾ മാത്രമാണിതെന്ന്. മുഖ്യമന്ത്രിക്ക് ശരിക്കും വേവലാതി ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെ കാര്യത്തിലല്ല വേണ്ടത്, മറിച്ച് അഴിമതിയിൽ മുങ്ങി ശ്വാസം മുട്ടുന്ന കേരളത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തലയിട്ട് സ്വയം പരിഹാസനാകാതെ ബാക്കിയുള്ള കാലമെങ്കിലും കേരളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്കുന്നതാവും അദ്ദേഹത്തിന് നല്ലത്. നയതന്ത്രം എന്നത് പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലാണെന്ന് നരേന്ദ്രമോദി തെളിയിച്ചു കഴിഞ്ഞു. അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നതാവും ബുദ്ധി. മുഖ്യമന്ത്രിയുടെ ഈ അന്താരാഷ്ട്ര കണ്ടുപിടുത്തങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ ആർക്കും ദേഷ്യം പോലും വരുന്നില്ല. പകരം എല്ലാവർക്കും ചിരിയാണ് വരുന്നത്. ലോകശക്തികൾ പോലും ഭാരതത്തിന്റെ നിലപാടുകളെ ബഹുമാനത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ഇരുന്ന് 20 വർഷം പഴക്കമുള്ള കഥകൾ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഇതൊരു വല്ലാത്ത തമാശയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കണ്ണുരുട്ടലിന് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ മോദി കാണിച്ച ചങ്കൂറ്റം ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് വല്ല ധാരണയുമുണ്ടോ എന്ന് ജനങ്ങൾ തന്നെ സംശയിച്ചു പോകും. അതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലേ? ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ തലവര മാറ്റിവരച്ച നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അതിൽ അല്പം പന്തികേടില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ പിന്നെ പറയാനൊന്നുമില്ല. 2006 പഴകിയ ഫയലുകൾ പൊടി തട്ടിയെടുത്ത ഇന്നത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഈ ടൈം ട്രാവൽ രാഷ്ട്രീയമൊക്കെ ജനങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തു തോന്നുന്നു? ഇത് പിണറായിയുടെ വെറും നാടകം മാത്രമല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.